വെനസ്വേലയിലെ പുതിയ പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ശരിയായ കാര്യങ്ങളെ ഡെൽസി ചെയ്യാവൂ എന്നും അല്ലെങ്കിൽ മഡൂറോയുടേതിനേക്കാൾ വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. ഇതിനിടെ വെനസ്വേലൻ വൈസ് പ്രസിഡന്റായിരുന്ന ഡെൽസി റോഡ്രിഗസ് ഇന്നലെ ഇടക്കാല പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രസിഡന്റായിരുന്ന നിക്കോളാസ് മഡൂറോയെ അമേരിക്കൻ സേന തട്ടിക്കൊണ്ടുപോയ പശ്ചാത്തലത്തിൽ വെനസ്വേലൻ സുപ്രീം കോടതി ഡെൽസിക്ക് പ്രസിഡന്റിന്റെ ചുമതല നൽകിയിരുന്നു. വെനസ്വേലൻ സേനയുടെ പിന്തുണയും ഡെൽസിക്കുണ്ട്. ഡെൽസി ഞായറാഴ്ച നടത്തിയ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ അമേരിക്കയുടെ അനുരഞ്ജന സഹകരണ മനോഭാവം പ്രകടിപ്പിച്ചു. വികസന കാര്യത്തിൽ വെനസ്വേലയുമായി സഹകരിക്കാൻ അമേരിക്കയെ ക്ഷണിക്കുന്നുവെന്നാണ് അവർ പറഞ്ഞത്. അതേസമയം ഡെൽസി റോഡ്രിഗസ് ശരിയായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരു അഭിമുഖത്തിൽ ട്രംപ് നിർദ്ദേശിച്ചു. അല്ലെങ്കിൽ ഡെൽസി വലിയ വില നൽകേണ്ടി വരും. ചിലപ്പോൾ മഡൂറോയുടേതിനേക്കാൾ വലിയ വില നൽകേണ്ടി വരും. അമേരിക്കയുടെ വെനസ്വേലൻ നടപടിയെ ഭരണകൂട അട്ടിമറിയെന്നോ അല്ലെങ്കിൽ മറ്റെന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വെനസ്വേലയുടെ നടത്തിപ്പ് അമേരിക്കയ്ക്കായിരിക്കുമെന്നും അമേരിക്കൻ കമ്പനികൾ വെനസ്വേലയിൽ പ്രവർത്തനം തുടങ്ങുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ മഡൂറോയെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയ ശേഷം വെനസ്വേലൻ ഭരണകൂടത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മഡൂറോയുടെ അനുയായികൾ തന്നെയാണ് ഭരണം നിയന്ത്രിക്കുന്നത്.